Hello all, welcome to the 20th session of International Business. Balance of payment ആണ് ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ളത്. തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ ബാലൻസ് ഓഫ് പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇത്തിരി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. കുറച്ചൊന്ന് സമയം എടുത്തിട്ട് ചെയ്യുന്ന പ്രസന്റേഷൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്യാം. കൂടാതെ ഇത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് എന്നും അതുപോലെ ബിസിനസ് എൻവയോൺമെന്റ് എന്നും രണ്ടായിട്ട് മൊഡ്യൂളിനെ തിരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഏറ്റവും അവസാനത്തെ സെഷനാണ് ഈ ഒരു സെഷൻ. ഇതിനുശേഷം നമ്മൾ ഇനി ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. രണ്ടും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും പറയാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റിലേക്ക് കടക്കാം. ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓർ BOP വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ചാൽ. ജസ്റ്റ് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒരു വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു കമ്പനിക്ക് ഒരു ബിസിനസ്സിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ്സ് ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഒരു രാജ്യവും ആ രാജ്യത്തിന്റെ അകത്ത് ഉള്ള ആ രാജ്യത്തിന്റെ റെസിഡൻസും അതുപോലെ ഔട്ട്സൈഡ് വേൾഡ് ബാക്കിയുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിയിട്ടുള്ള മുഴുവൻ മോണിറ്ററി ട്രാൻസാക്ഷൻസിന്റെയും കൂടെ ബാലൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ചാൽ. ഇറ്റ്സ് എ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം പോലെ തന്നെ ഏത് ഒരു എൻട്രിക്ക് ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ആസ്പെക്ട്സുകൾ ഉള്ള പോലെ നമ്മൾ അതുപോലെയാണ് ഈ ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട് നിർമ്മിക്കുന്നത്. ഇറ്റ്സ് എ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് റെക്കോർഡ് ഓഫ് ഓൾ എക്കണോമിക് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഒരു രാജ്യത്തിന്റെ റെസിഡന്റുകളും മറ്റുള്ള രാജ്യക്കാരുമായിട്ട്, അത് ഫോറിൻ കൺട്രികളുമായിട്ടോ മറ്റുള്ള ഇടങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള മറ്റുള്ളവരുമായിട്ട് നടത്തിയ മുഴുവൻ ട്രാൻസാക്ഷൻസിന്റെയും കൂടെ ആകെത്തുക, അതിന്റെ ബാലൻസ് ആണ് നമ്മൾ ഈ BOP ഉണ്ടാവുക. ആൻഡ് ഇറ്റ്സ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. യൂഷ്വലി ഒരു ആനുവൽ ഇയർ, നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ഇയറിന്റെ അടിസ്ഥാനത്തിലാണ് ബാലൻസ് ഓഫ് പേയ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വലിയ പ്രാധാന്യം വരുന്നതെന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ, അതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസ് ഇൻ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ട്, എക്സ്പോർട്ട്, കയറ്റുമതിയും ഇറക്കുമതിയും, അതിന്റെ വിവരങ്ങൾ അതിന്റെ അകത്തുനിന്നാണ് റിവീൽ ചെയ്ത് കിട്ടുക. അതുപോലെ സർവീസസ്, ഇൻവിസിബിൾസ് എന്നാണ് വിളിക്കുക. എല്ലാ സർവീസസുകളും ഈ നമ്മുടെ WTO കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ സമയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വ്യത്യസ്ത സർവീസുകളൊക്കെ. ആ സർവീസുകൾ മുഴുവൻ മറ്റുള്ള രാജ്യക്കാരുമായിട്ട് ഈ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന സർവീസുകളും നമ്മൾ പുറത്ത് ഓഫർ ചെയ്യുന്ന സർവീസുകളും എല്ലാം ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുപോലെ മുഴുവൻ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുന്ന ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും, ലോണുകൾ വാങ്ങിച്ചതുണ്ടാവും, ലോണുകൾ കൊടുത്തതുണ്ടാവും, പുറത്ത് നമ്മൾ ഡെപ്പോസിറ്റുകൾ നടത്തിയതുണ്ടാവും, FD ആയിട്ടും FI ആയിട്ടും ഇൻവെസ്റ്റ്മെന്റുകൾ നാട്ടിലേക്ക് ഇൻവേർഡ് വന്നിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ അങ്ങോട്ട് പുറത്ത് പോയിട്ട് മറ്റു സ്ഥലങ്ങളിൽ നടത്തിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആധികാരികമായിട്ട് ഗവൺമെന്റിന്റെ തന്നെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കുന്നത് എല്ലാം ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടുകളിലൂടെയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ എത്രയധികം പ്രാധാന്യം വരുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഏതൊക്കെയാണ് ഇതിന്റെ അകത്ത് കോമ്പണൻസ് എന്നുള്ളതും അതിൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. കോമ്പണൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇവിടെ തന്നെ പലർക്കും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയയാണ്. ഇതിന്റെ അക്കൗണ്ടുകൾ പല ടെക്സ്റ്റുകളും പല ഇതിലും ചെറിയ മാറ്റങ്ങൾ കൂടെയൊക്കെയാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് വിശദമായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുകയാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ രണ്ട് പ്രധാന അക്കൗണ്ടുകളാണുള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട്, മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവ രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് എത്ര അക്കൗണ്ടുകളാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് രണ്ട് അക്കൗണ്ടുകളാണ് സാധാരണ കാണുക, കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവ രണ്ടിനാണ് ഏറ്റവും അധികം പ്രാധാന്യം വരുന്നത്. എന്നാൽ ഇവയല്ലാതെ there are some other അക്കൗണ്ടുകൾ കൂടെ ഉണ്ട്. മൂന്നാമത് ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ അതർ അക്കൗണ്ട്സ് എന്നുള്ളൊരു കാറ്റഗറി കൂടെ വരുന്നുണ്ട്. അതർ അക്കൗണ്ടുകളിൽ വരുന്നത് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻ എന്നൊരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ് എന്നുള്ള അക്കൗണ്ട് ഉണ്ട്. ഇതിനി
ചില ടെക്സ്റ്റുകളിലൊക്കെ ഇവ രണ്ടും നേരിട്ട് തന്നെ നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻ എന്നുള്ളൊരു അക്കൗണ്ടും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ് എന്നുള്ളത് മറ്റൊരു അക്കൗണ്ടുമായിട്ടും കാണിക്കുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ ടോട്ടലി 4 അക്കൗണ്ടുകൾ അതിൽ അങ്ങനെയുള്ള ടെക്സ്റ്റുകളിൽ കാണാൻ പറ്റും. ഇവയൊക്കെ ശരിയാണ് കേട്ടോ. ദാറ്റ് മീൻസ് കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ് എന്നിങ്ങനെയുള്ള 4 അക്കൗണ്ടുകളായിട്ട് കാണാൻ പറ്റും. ഇനി കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും പ്രാധാന്യപൂർവ്വം പരിഗണിക്കുകയും പിന്നീട് ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു അതർ എന്നുള്ള കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ട് അതർ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ട് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളതും അതിന്റെ അകത്ത് വരുന്ന രീതിയിലും നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ ബേസിക്കലി ദർ ആർ 4 അക്കൗണ്ടുകളാണ് ഇതിന്റെ അകത്ത് വരുന്നത്. കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ്. ഇത്രയും അക്കൗണ്ടുകൾ ഇതിന്റെ അകത്തുണ്ട്. ഇനി കറണ്ട് അക്കൗണ്ടിനെ തന്നെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കറണ്ട് അക്കൗണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടുകളാണ് ഈ കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിൽ കറണ്ട് അക്കൗണ്ടിന് ബാലൻസ് ഓഫ് വിസിബിൾസ് ഉണ്ട്. ബാലൻസ് ഓഫ് വിസിബിൾസ് എന്ന് വെച്ചാൽ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വരുന്ന ഭാഗമാണ് ബാലൻസ് ഓഫ് വിസിബിൾസ്. ഗുഡ്സിൻ്റെത്, ടാഞ്ചിബിൾ ആയിട്ട് വരുന്ന ഗുഡ്സിന്റെയാണ് ഈ ഒരു ഭാഗത്ത് ബാലൻസ് ഓഫ് വിസിബിൾസിൽ വരുന്നത്. രണ്ടാമത് കറണ്ട് അക്കൗണ്ടിൽ ബാലൻസ് ഓഫ് ഇൻവിസിബിൾ ആണ്. സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗമാണ് ബാലൻസസ് ഓഫ് ഇൻവിസിബിൾസ്. ആ ഇൻവിസിബിൾസിൽ തന്നെ 4 വിധമുണ്ട്. 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവല്. ഒന്ന് സർവീസസ് ഉണ്ട്, മറ്റൊന്ന് ഇൻകംസ്. ഇൻകംസ് എന്ന് വെച്ചാൽ NFIA എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വിളിക്കും. മറ്റുള്ള വ്യക്തികളൊക്കെ വഴി ലഭിക്കുന്ന മുഴുവൻ നമ്മുടെ ഇൻകം ആയിട്ട് പലരും പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്തൊക്കെ ലഭിക്കുന്ന സർവീസസ് റെൻഡർ ചെയ്ത് കിട്ടുന്ന ഇൻകം നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് NFIA, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതുപോലെ യൂണിലാറ്ററൽ ട്രാൻസ്ഫറുകളും നമുക്ക് അതും ഒരു വിശദമായിട്ട് ഇതൊക്കെ നമ്മൾ പറയാൻ പോവാണ് എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് മറ്റൊന്ന് പ്രധാനമായിട്ട് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ലോൺസ് ഉണ്ട്, അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ, എവിടെയാണ് FDIയും FIA ഒക്കെ വരുന്നത്. ദെൻ ബാങ്കിങ് ക്യാപിറ്റൽ ഉണ്ട്, ബാങ്കുകൾ വഴി ലഭിക്കുന്ന ബാങ്കിങ് ക്യാപിറ്റൽ ഉണ്ട്. ഇങ്ങനെ ഇതാണ് ഒരു മെയിൻ ഓവറാൾ ആയിട്ട് വരുന്ന ഒരു BOPക്ക് അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി വിശദമായിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് വരുന്ന കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അതർ അക്കൗണ്ടുകൾ, ഇത് ഓരോന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ട് കറന്റ് അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ബാലൻസ് ഓഫ് കറന്റ് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ടിൽ വരുന്നത് ഇറ്റ് റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഗുഡ്സ്, സർവീസസ് ആൻഡ് ഇൻകം ബൈ റെസിഡൻസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഡ്യൂറിംഗ് എ ഫിനാൻഷ്യൽ ഇയർ ആണ്. അതിന്റെ അകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ, സർവീസസ് ഉണ്ട്. സർവീസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവിസിബിൾസ് എന്നാണ് വിളിക്കുക. അതുപോലെ ഗുഡ്സ് ഉണ്ട്, അതിനെ നമ്മൾ മെർക്കൻഡൈസ് ഗുഡ്സ് എന്ന് വിളിക്കും. ഇവ രണ്ടും കൂടി വരുന്നതാണ് ബാലൻസ് ഓഫ് കറന്റ് അക്കൗണ്ടിൽ. ഈ കറന്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഒരു വർഷത്തേക്കാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഒന്ന് ബാലൻസ് ഓഫ് വിസിബിൾ ഉണ്ട്, അതുപോലെ ബാലൻസ് ഓഫ് ഇൻവിസിബിൾ ഉണ്ട്. ബാലൻസ് ഓഫ് വിസിബിൾ ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന ഒരു സംഭവം, കോൺസെപ്റ്റ്. കാരണം മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നുള്ളതാണ് ഒരു ജീവനാടി പോലെ ഒരു രാജ്യത്തിന്റെ തന്നെ വളരെയധികം പ്രാധാന്യപൂർവ്വം പരിഗണിക്കുന്ന വസ്തുക്കളായിട്ട് രാജ്യത്തിന്റെ അകത്തേക്കും പുറത്തേക്കും കൊണ്ടുപോകുന്ന വസ്തുക്കൾ. അവയുടെ ബാലൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബാലൻസ് ഓഫ് ട്രേഡ്, BOT, ബാലൻസ് ഓഫ് ട്രേഡ്. ഈ പേരുകൾ മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും. ബാലൻസ് ഓഫ് ട്രേഡ് വരുന്നത് എവിടെയാണെന്ന് അപ്പോൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിൽ വരുന്ന കറന്റ് അക്കൗണ്ട്, ആ കറന്റ് അക്കൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന വിസിബിൾ ഐറ്റം ഉണ്ട്. ആ വിസിബിൾ ആയിട്ട് വരുന്ന മെർക്കൻഡൈസ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കുന്നത്. So the difference between value of import and export is called balance of trade. ഇതിന്റെ അകത്ത് വരുന്ന ഓൺലി ഫിസിക്കൽ ആയിട്ട് വരുന്ന ഗുഡ്സ് ആണ്, ടാഞ്ചിബിൾ ആയിട്ട് വരുന്ന കാര്യം മാത്രമാണ് അതിന്റെ അകത്ത് ഉണ്ടാവുക. സോ BOT is equal to value of export of goods minus value of imports of goods. ഇമ്പോർട്ടുകളും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് വിളിക്കുക. ഇനി ഈ ഡിഫറൻസ് ഏതൊക്കെ രീതിയിൽ ഉണ്ടാവാം? ഒന്നുകിൽ എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ നമുക്ക് ഇമ്പോർട്ട് ഉണ്ടെന്ന് നോക്കുക. കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ട് നടത്തുന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് കൂടുതലും നമ്മുടെ ഇമ്പോർട്ട് കുറവാണെങ്കിൽ, അതായത് ഇമ്പോർട്ട്സ് കൂടുതലും എക്സ്പോർട്ട്സ് കൂടുതലും ഇമ്പോർട്ട് കുറവാണെങ്കിൽ ദാറ്റ്സ് കാൾഡ് ട്രേഡ് സർപ്ലസ്.
വി ആർ എക്സ്പോർട്ടിങ് മോർ ഗുഡ്സ്, കൂടുതൽ ഗുഡ്സുകൾ നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് കുറവുമാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് ട്രേഡ് സർപ്ലസ് എന്നാണ്, ട്രേഡ് സർപ്ലസ്. ദെൻ രണ്ടാമത്തത്, ഇഫ് നേരെ തിരിച്ച് കേസ് ആണെങ്കിൽ ഇമ്പോർട്ട്സ് കൂടുതൽ കാര്യം നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ വി ആർ എക്സ്പോർട്ടിങ് ലെസ്, കുറച്ചാണ് എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ദാറ്റ്സ് കോൾഡ് ട്രേഡ് ഡെഫിസിറ്റ്, ട്രേഡ് ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുക. ദെൻ തേർഡ്, രണ്ടും ഈക്വൽ ആണെങ്കിൽ, ഇഫ് അവർ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആർ ഈക്വൽ, രണ്ടും ഒരുപോലെയാണ് വരുന്നതെങ്കിൽ വി ആർ ഇൻ ട്രേഡ് ഇക്വിലിബ്രിയം ആണ്. ദെൻ ട്രേഡ് ഇക്വിലിബ്രിയം ആണ് സിറ്റുവേഷൻ ഉണ്ടാവുക. ഇനി ഇന്ത്യൻ കോൺസെപ്റ്റ് എടുക്കുക. ഇന്ത്യക്ക് ഇത്രയും കാലമായിട്ട് ഇൻഡിപെൻഡൻസ് ശേഷം ഇതുവരെ നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് അക്കൗണ്ട് എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ട്രേഡ് ഡെഫിസിറ്റ് ആണ് ആൾവേസ് ഷോസ് ട്രേഡ് ഡെഫിസിറ്റ്. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്പോർട്ടുകൾ വളരെ കുറവും അതിനേക്കാൾ കൂടുതലാണ് എപ്പോഴും നമ്മളെ ഇമ്പോർട്ട്സ് ഉള്ളത്. കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും അതുപോലെ ലക്ഷറീസ് ഗോൾഡ്, അങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റൽസ് ആണെങ്കിലും ഒക്കെ നമ്മൾ എടുത്തു നോക്കുക, എല്ലാ വസ്തുക്കളും നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ്. സോ വി ആർ ഇമ്പോർട്ടിങ് മോർ ഗുഡ്സ് ദാൻ എക്സ്പോർട്ടിങ്. സോ വി ആർ ഇൻ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതും എവിടെ തന്നെയാണ് വരുന്നത് എന്നോട് ഓർക്കുക, കറണ്ട് അക്കൗണ്ടിൽ തന്നെയാണ് വരിക. അതും BOTയുടെ ഭാഗമായിട്ട് വരും. ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി മുതലായവയൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക എക്സ്പോർട്ട് ചെയ്യുക ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ തന്നെയാണ് കണക്കാക്കുക. മെഷീനറി ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ഇതിന്റെ ആ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും ചിന്തിക്കുന്ന സമയം നമ്മുടെ ഈ എന്താ പറയാ റോ മെറ്റീരിയലുകളോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സോ എക്സ്പോർട്ട് ചെയ്യോ ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടാഞ്ചിബിൾ ഐറ്റമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. അത് മാത്രമല്ല ക്യാപിറ്റൽ ഗുഡ്സും പ്ലാന്റ് മെഷീനറി മുതലായാലോ ക്യാപിറ്റൽ ഗുഡ്സിനെ എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എവിടെ തന്നെ വരുന്നു, ബാലൻസ് ഓഫ് ട്രേഡിൽ വരും എന്നുള്ളത് ഓർക്കാം. ഇനി കറണ്ട് അക്കൗണ്ടിന്റെ തന്നെ രണ്ടാമത്തെ ഭാഗം, ബാലൻസ് ഓഫ് ഇൻവിസിബിൾസ്. ഇൻവിസിബിൾസിനെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. സർവീസസ് വരുന്നുണ്ട്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഉണ്ട്, അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഓർ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്നാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്നുള്ള ടേം ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. സർവീസസിൽ വരുന്നത് വ്യത്യസ്ത സർവീസുകളാണ്. അത് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പുറത്ത് പോയിട്ട് സർവീസുകളാണെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതെന്താണ്, ദാറ്റ്സ് എ ഡെബിറ്റ് ആണ്. അതുപോലെ ക്രെഡിറ്റ് ആണ്, പുറത്തുള്ള ആളുകൾ ഈ ഇന്ത്യക്കകത്ത് വന്നിട്ട് ആ സർവീസുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റും ആണ്. ഇങ്ങനെയാണ് അത് നമ്മൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റത്തിലൂടെ അതിനെ പറയുന്നത്. നമുക്ക് സർവീസിൽ വരുന്നത് ട്രാവൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, കൺസ്ട്രക്ഷൻ, ഫിനാൻഷ്യൽ സർവീസുകൾ, സോഫ്റ്റ്വെയർ, ന്യൂസ് ഏജൻസി, ബിസിനസ് സർവീസുകൾ, മാനേജ് സർവീസുകൾ എക്സെട്ര. ഇങ്ങനെ വരുന്ന എല്ലാ സർവീസുകളും സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ സർവീസുകൾ ഒന്നുകിൽ ഈ സർവീസുകൾ നമുക്ക് പുറത്ത് ഓഫർ ചെയ്യുകയാണെങ്കിൽ ആ ഫോറിനേഴ്സ് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് വരുമാനമായിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും. അതുപോലെ ഫോറിനേഴ്സ് ഇന്ത്യക്കകത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള സർവീസുകൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമുക്കത് ക്രെഡിറ്റ് ആയിരിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മൾ ഈ സർവീസുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ സർവീസുകൾ ഉപയോഗിക്കാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ സർവീസുകൾ നമ്മൾ ഇന്ത്യക്കകത്ത് വെച്ചിട്ട് അവരുടെ സർവീസുകൾ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡെബിറ്റും ആണ് വരുന്നത്. മറ്റൊന്ന് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ചാൽ വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ വഴി നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ഉണ്ടാവാം, പ്രോഫിറ്റ് ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അതുപോലെ പുറത്ത് പോയിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഇൻകം ഉണ്ടാവാം, അതിലൂടെ കിട്ടുന്ന കോമ്പൻസേഷൻസ്, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ് ആണ്. അതുപോലെ നമ്മൾ വിദേശികൾക്ക് നൽകുന്ന തിരിച്ച് ഡിവിഡൻഡ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവാം, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നുണ്ടാവും, ഫോറിനേഴ്സ് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഡെബിറ്റും ആണ്. ഇതെല്ലാമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡിൽ വരുന്നത്. ഇതിന്റെ രണ്ടിനെയും കൂടെ ബാലൻസ് ആണ് എടുക്കുന്നത്. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് മറ്റൊന്ന്, അതിൽ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് ഗവൺമെന്റിന്റെയും അതുപോലെ പ്രൈവറ്റ് ട്രാൻസ്ഫേഴ്സും എല്ലാം ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതിൽ വരുന്ന യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്നാണ് നമുക്ക് വിളിക്കുക. അതിൽ വരുന്നവയാണ് ഇപ്പോൾ ഗിവിംഗ് ഗിഫ്റ്റുകൾ, മറ്റുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടാവും, അതുപോലെ ചില ഗിഫ്റ്റുകൾ നമ്മൾ ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്നുണ്ടാവും. ഗവൺമെന്റ് ഗ്രാൻഡുകൾ നൽകുന്നത്, റിപ്പറേഷൻസ്, അതുപോലെ പ്രൈവറ്റ് റെമിറ്റൻസ്, ഡിസാസ്റ്റർ റിലീഫുകൾ, ഇതെല്ലാം കൊടുക്കലും വാങ്ങലുകളൊക്കെ ഉണ്ടാവും.
കുറെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ അതെന്താണ് ക്രെഡിറ്റ് ബാലൻസ് വരുന്നു. അതുപോലെ ഡെബിറ്റ് ആണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പുറത്ത് മറ്റുള്ള രാജ്യങ്ങൾക്കാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അത് ഡെബിറ്റും ആണ്. ഓക്കെ, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബാലൻസ് ഓഫ് ഇൻവിസിബിൾ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. കാരണം അത് സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കാരെ അവർ ഏറ്റവും കൂടുതൽ സർവീസുകൾ ഇന്ത്യക്ക് പുറത്ത് നൽകുന്ന ആളുകളാണ്. ഇന്ത്യൻ സർവീസുകൾ പുറത്ത് കൂടുതലായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പുറത്ത് പോയിട്ട് മറ്റുള്ളവരിൽ പോയിട്ട് ജോലി ചെയ്യാറുണ്ട്. അതുപോലെ ഇന്ത്യ പുറത്ത് നിക്ഷേപം നടത്താറുണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ. അതുവഴി നമുക്ക് ഡിവിഡൻഡും ഇൻട്രസ്റ്റും പ്രോഫിറ്റും ഒക്കെ ലഭിക്കുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓൾവേസ് അവർ സർവീസസ് എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നൽകാറുള്ളത്. ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇനി ഓവറോൾ ആയിട്ട് കറന്റ് അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഓഫ് വിസിബിൾ പ്ലസ് ബാലൻസ് ഓഫ് ഇൻവിസിബിൾ, രണ്ടിന്റെയും ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ബാലൻസുകൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്തിട്ട് കിട്ടുന്ന ബാലൻസ് ഓഫ് വിസിബിൾ ബാലൻസ് ഓഫ് ഇൻവിസിബിൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ്, ഓവറോൾ ബാലൻസ് കിട്ടും. അത് എന്തൊക്കെയാവാം? വേണമെങ്കിൽ സർപ്ലസ് ആവാം, അതല്ലെങ്കിൽ ഡെഫിസിറ്റ് ആവാം. ഡെഫിസിറ്റ് ആവണമെങ്കിൽ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്നാണ് വിളിക്കുക. നെഗറ്റീവ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ CAD എന്ന് വിളിക്കും. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയും. അതുപോലെ കറന്റ് അക്കൗണ്ടിലൂടെ സർപ്ലസ് ആണ് വരുന്നതെങ്കിൽ അതിനെ CAS എന്ന് വിളിക്കും. കറന്റ് അക്കൗണ്ട് സർപ്ലസ്. അവിടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ CAS കറന്റ് അക്കൗണ്ട് സർപ്ലസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ ഇപ്പൊ വിസിബിളിൽ നമ്മൾ പറഞ്ഞു, വിസിബിളിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ് ബാലൻസ് ആണ് കാണിക്കാറുള്ളത്, ഡെഫിസിറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ ഇൻവിസിബിൾ ആൾവേസ് പോസിറ്റീവ് ബാലൻസ് ആണ് കാണിക്കാറുള്ളത്. പക്ഷെ ഓവറോൾ കറന്റ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ എപ്പോഴും കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് ഉണ്ടാവാറുള്ളത്. കാരണം നമ്മളുടെ മെർക്കൻഡൈസ് എക്സ്പോർട്ടിൽ അതിന്റെ മെർക്കൻഡൈസ് ആയിട്ട് വിസിബിൾ ആയിട്ടുണ്ടാകുന്ന അതിന്റെ നെഗറ്റീവ് ബാലൻസിനെ മെറ്റ് ചെയ്യാൻ മാത്രമുള്ള സർവീസുകൾക്ക് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് കറന്റ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് പരിഗണിക്കുന്ന സമയത്ത് അത് CAD ആണ് ഉണ്ടാവുക. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് സ്ഥിരമായിട്ട് കാണിക്കാറുള്ളത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അക്കൗണ്ട് ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത് ഇറ്റ് റെക്കോർഡ്സ് ദി ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് ഇൻ ദി ഫോം ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് ഫ്ലോയിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എൻ എക്കോണമി. ഒരു രാജ്യത്തിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും വരുന്ന എല്ലാ പേയ്മെന്റുകളുമാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് വരുന്ന പേയ്മെന്റുകളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് അതിന്റെ ഭാഗമായിട്ട് വരുന്നവയാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് പഠിക്കാനും നമ്മൾ നേരത്തെയൊക്കെ മോഡ്സ് ഓഫ് എൻട്രിയുടെ ഭാഗമായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണിത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളാണ് അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ തന്നെ നമ്മൾ വ്യത്യസ്ത ടൈപ്പിൽ പറഞ്ഞു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു. ഇത് രണ്ടോ ഇതിലാണ് വരുന്നത്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഇതുപോലെ ഉണ്ടാവും, ഇൻഫ്ലോ ഉണ്ടാവും, ഔട്ട്ഫ്ലോ ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും, അതുപോലെ ക്രെഡിറ്റ് ഉണ്ടാവും. Any foreign investment equal to or beyond 10% of equity is considered as FDI. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ കുറെ ഇൻഫർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങളോട് ഓർമ്മിപ്പിക്കാനും വേണ്ടിയിട്ട് ചില കാര്യങ്ങളൂടെ പറയാണ്. Any foreign investment equal to or beyond 10% of equity is considered as FDI in of listed securities. ഒരു ഇക്വിറ്റി ഷെയറിൽ സെക്കൻഡറി മാർക്കറ്റിലൂടെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് മറ്റൊരു രീതിയിലാണ് ഈ പോയിന്റ് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് വാങ്ങിക്കാവുന്ന പരിധി എന്ന് പറയുന്നത് നമ്മൾ 10% വരെ വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10% മുകളിലേക്ക് ഷെയർസിനെ ഒരു ഫോറിൻ ഫേം വന്നിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ, ഫോറിൻ ഇൻവെസ്റ്റർ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ FDI ആയിട്ടാണ് പരിഗണിക്കുക. കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്ക് അതിന്റെ ലിമിറ്റ് 10% ആണ്. സോ 10% എബോവ് നിക്ഷേപം വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറി. ദെൻ മറ്റൊരു പോയിന്റ്, അൺലിസ്റ്റഡ് ഷെയർസിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അതെന്താണ്? അത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് അൺലിസ്റ്റഡ് ഷെയർസിൽ നിക്ഷേപിക്കാനുള്ള അധികാരമില്ല. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് മാറും. അത് പിന്നെ കുറച്ചാണെങ്കിലും ശരി, 1% 2% ഷെയർ ആണെങ്കിലും ശരി, അതും തന്നെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അൺലിസ്റ്റഡ് ഷെയർസിലാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുകൾ ഓർക്കേണ്ടതാണ്.
നേരത്തെ പറയാത്ത ചില പോയിന്റുകൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്കൊന്നും കോൺസെപ്റ്റിലേക്കൊന്നും പോകാത്തത്. അതുപോലെ അത് ബ്രൗൺ ഫീൽഡ് ഓർ ഗ്രീൻ ഫീൽഡ് ആവും, പറഞ്ഞ കോൺസെപ്റ്റ് ആണല്ലോ. ബ്രൗൺ ഫീൽഡോ ഓർ ഗ്രീൻ ഫീൽഡ് ആവും ഇൻവെസ്റ്റ്മെന്റുകൾ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ. ദെൻ ഇപ്പോഴത്തെ ഇന്റർനാഷണൽ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഫ്ലോ വെച്ചിട്ട് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ്. UNCTADയുടെ ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2019 വെച്ചിട്ട് ഇന്ത്യ വരുന്നത് 10th പൊസിഷനിലാണ്, 10th റാങ്കിലാണ് FDI ഇൻഫ്ലോയിൽ വരുന്നത്. FDI ഡെസ്റ്റിനേഷൻസിൽ അത് 8 ആയിരുന്നു, 2 വർഷങ്ങൾക്ക് മുന്നേ 9 ആയിരുന്നു, ഇപ്പൊ 10th സ്ഥാനത്തേക്ക് താഴ്ന്നിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോ നമ്മൾ UNCTADയുടെ ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 10th പൊസിഷനിലാണ് വരുന്നത് എന്നൂടെ ഓർക്കാം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആണ് മറ്റൊരു ഭാഗം. ലെസ് ദാൻ 10% സ്റ്റേക്ക് ആയിരിക്കും ആർക്കും ഉണ്ടാവുക, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വരിക. 10%ന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് തന്നെ നമ്മൾ അതിനെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അത് FIIs ആയിട്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഇന്ത്യക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നടത്തുന്ന നിക്ഷേപങ്ങളാവാം. അതല്ലെങ്കിൽ ഡെപ്പോസിറ്റി റെസിപ്റ്റുകൾ നടത്തുന്ന നിക്ഷേപങ്ങളായിരിക്കാം. ADR, GDR പോലെയുള്ളവയിൽ നടത്തുന്ന നിക്ഷേപങ്ങൾക്കും നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് പരിഗണിക്കുക. അതും പറയുന്നില്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു പോയിന്റ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്താണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പലരും ഒരു കൺഫ്യൂഷൻ ഡൗട്ട്സ് ചോദിച്ച ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് ആ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് തരുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപം നടത്താൻ പ്രൈമറി മാർക്കറ്റിലും പറ്റും, അതുപോലെ സെക്കൻഡറി മാർക്കറ്റിലും സാധ്യമാണ്. QIBs ആയിട്ട്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നവരുടെ കൂട്ടത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. അവർക്കും സെബി ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് അത് പ്രകാരം നിക്ഷേപം നടത്താവുന്നതാണ്. അത് പ്രൈമറി മാർക്കറ്റിൽ, അതായത് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നമ്മുടെ IPOs, FPOസിലൊക്കെ നിക്ഷേപം നടത്താനുള്ള അധികാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുണ്ട്. അതുപോലെ അവർക്ക് സെക്കൻഡറി മാർക്കറ്റിലും എന്ത് ചെയ്യാം, ലിസ്റ്റഡ് ഷെയർസ് വാങ്ങിക്കാവുന്നതുമാണ്. പക്ഷെ അൺലിസ്റ്റഡ് ഷെയർസ് അവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അതുപോലെ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ് നടത്തുന്ന സമയത്ത് 10% വരെ മാക്സിമം അവർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. 10%ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ റൂളുകളൊക്കെ മാറി അവരെ FD ആയിട്ടാണ് പരിഗണിക്കുക. രണ്ടാമതായിട്ട് വരുന്ന ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട ആയിട്ടാണ് ലോൺസ്. ലോൺസ് എന്ന് വെച്ചാൽ ദീസ് ആർ ബോറോയിങ്സ് ബൈ എ കൺട്രി. ആ കൺട്രിക്കകത്ത് വരുന്ന, അത് ഗവൺമെന്റ് ആവാം, ഇനി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, പ്രൈവറ്റ് കമ്പനികളോ കോർപ്പറേറ്റ്സ് ഒക്കെ ആവാം, ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും എടുക്കുന്ന ലോണുകളാണ് ബോറോയിങ്സ് ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ 3 തരത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ക്രെഡിറ്റ് ഫെസിലിറ്റികൾ അവൈലബിൾ ആവാറുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഓർ ECBs, മറ്റൊന്ന് എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, മറ്റൊന്ന് ട്രേഡ് ക്രെഡിറ്റ്. ഇങ്ങനെയുള്ള 3 ലോണുകളാണ് വരുന്നത്. ECBs ഓർ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ലോൺ റൈസ്ഡ് ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ്. ഒരു ഇന്റർനാഷണൽ മാർക്കറ്റ് വഴി, നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ വഴി, ഇന്റർനാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ വഴിയോ ഒക്കെ നമ്മൾ കടപ്പത്രം, ബോണ്ടൊക്കെ പോലെ ഇഷ്യൂ ചെയ്തിട്ട് FCCB ഒക്കെ വരുന്ന ഒരു കാറ്റഗറി. ഇറ്റ്സ് ബോറോഡ് അറ്റ് എനി ഫ്രീലി കൺവേർട്ടബിൾ ഫോറിൻ കറൻസി ആൻഡ് മിനിമം മെച്യൂരിറ്റി ഓഫ് 3 years. 3 വർഷം മിനിമം മെച്യൂരിറ്റി ഉള്ള ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് പോലെ നമ്മൾ പുറത്തുനിന്ന് ഇന്റർനാഷണൽ മാർക്കറ്റ് വഴി കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ബോറോയിങ്സ് എല്ലാം നമ്മൾ ECBs എന്നാണ് വിളിക്കുക, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്. മറ്റൊന്ന് എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ആണ്. ഇത് ലോങ് ടേം ആയിരിക്കും. ഇപ്പോൾ 3 വർഷം പോലെ ഒന്നും ആവില്ല. ഇത് ലോങ് ടേം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്നത് 40 വർഷം 50 വർഷമൊക്കെയുള്ള മെച്യൂരിറ്റി പീരീഡ് ഒക്കെയുള്ള ലോങ് ടേം ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നില്ലായിരിക്കും, ചിലപ്പോൾ വളരെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ അസിസ്റ്റന്റുകൾ. കാരണം ഇതൊരു സഹായമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ഇന്ത്യക്കകത്ത് നിന്ന് എങ്ങനെയാണ് നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകൾ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് അതുപോലെയുള്ള ലോണുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അവിടേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺസെഷനും അവൈലബിൾ അല്ല. എന്നാൽ എക്സ്റ്റേണൽ അസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു കൺസെഷൻ റേറ്റിലാണ് നമുക്ക് അസിസ്റ്റൻസ് തരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തരുന്നത് ഒന്നുകിൽ ഫോറിൻ ഗവൺമെന്റുകളാവും, അതല്ലെങ്കിൽ യൂഷ്വലി ഇത് തരുന്ന ആളുകൾ വേൾഡ് ബാങ്ക്, IMF, ADB ഇങ്ങനെയൊക്കെ വരുന്ന വ്യത്യസ്ത ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകാറുള്ളത്. അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത്
ലോങ്ങർ പീരീഡ് ഓഫ് മെച്യൂരിറ്റി, കൂടുതൽ സമയം ഉണ്ടായിരിക്കും നമുക്ക് അതിന്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട്. ദെൻ തേർഡ് മറ്റൊന്നാണ് ലോണായിട്ട് കിട്ടുന്നതാണ് ട്രേഡ് ക്രെഡിറ്റുകൾ. ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടറും എക്സ്പോർട്ടറും തമ്മിലുള്ള അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഒരു നമ്മൾക്ക് തിരിച്ചടവിനുള്ള സമയം ഒരു ക്രെഡിറ്റ് പീരീഡ് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ക്രെഡിറ്റ് പ്രൊവൈഡഡ് ടു ഇമ്പോർട്ടർ ബൈ ഓവർസീസ് സപ്ലയർ, ബാങ്ക്സ് എക്സെട്ര ടു പേ അറ്റ് എ ലേറ്റർ ഡേറ്റ്. കൃത്യമായിട്ട് നമുക്കൊരു കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടൊരു സമയം നൽകും. ആ ഒരു സമയത്തിന്റെ അകം ചിലപ്പോൾ അത് വർഷങ്ങളൊക്കെ ഉണ്ടാവും. അത്രയും സമയം കഴിയുമ്പോഴേക്കും നമുക്ക് റീപേയ്മെന്റ് നടത്തിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ ദിസ് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ പോലെ തന്നെ ഒരു ക്രെഡിറ്റ് നമുക്ക് അവൈലബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ട്രേഡ് ക്രെഡിറ്റ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അത് ലോൺസ് ആണ്. ഇത് യൂഷ്വലി ബാങ്കുകൾ വഴി നമുക്ക് ലഭിക്കുന്ന സഹായമാവാം, അതല്ലെങ്കിൽ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഇനി നമ്മളുടെ തന്നെ സപ്ലയേഴ്സോ ഒക്കെ ആയിരിക്കും ഈ ഒരു ക്രെഡിറ്റ് നമുക്ക് നൽകുന്നത്. പിന്നീട് ബാങ്കിങ് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന തേർഡ് ഐറ്റം ബാങ്കിങ് ക്യാപിറ്റൽ. ബാങ്കുകളിലേക്ക് വരുന്ന നിക്ഷേപങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യയിൽ നിന്നും പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ബാങ്കിലേക്ക് പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തും. ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ്, ഇപ്പൊ NRI അക്കൗണ്ടുകളിലേക്ക് വരുന്ന റെമിറ്റൻസ്, ഇത് ബാങ്കിങ് ക്യാപിറ്റൽ ആയിട്ടാണ് പരിഗണിക്കുക. ഇറ്റ്സ് എ ട്രാൻസാക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് അതർ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ആസ് എൻ ഓതറൈസ്ഡ് ഡീലർ ഇൻ ഫോറിൻ എക്സ്ചേഞ്ചുകൾ. ഇന്ത്യക്കകത്തേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റെമിറ്റൻസിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഡോളറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോറിൻ കറൻസികളോ റെമിറ്റൻസ് നടത്തുകയും അകത്തേക്ക് ഇന്ത്യക്ക് പുറത്തു നിന്നുണ്ടാകുന്ന സംഭരിക്കുന്ന ഇൻകം ഇന്ത്യക്കകത്തേക്ക് കൊണ്ടുവരാനുള്ള മാർഗമായിട്ട് നമ്മൾ ടാക്സ് ഫ്രീ ഒക്കെ ആക്കിയിട്ട് കൊടുക്കുന്നുള്ള NRI അക്കൗണ്ടുകൾ. ഈ NRI അക്കൗണ്ടുകളൊക്കെ ബാങ്കിങ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നവയാണ്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ. അതുപോലെ ഇന്ത്യക്കകത്തേക്ക് ഇങ്ങനെ ടൂറിനൊക്കെ വരുന്ന ആളുകൾക്ക് താത്കാലികമായിട്ട് ഓപ്പൺ ചെയ്യുന്ന നോൺ റെസിഡന്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ട്. ഈ അക്കൗണ്ടുകളൊക്കെ ബാങ്കിങ് ക്യാപിറ്റലിലാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന തേർഡ് ബാലൻസ് ആണ് അതിന്റെ അകത്ത് അതർ ബാലൻസ്. അതിന്റെ അകത്ത് വരുന്ന രണ്ടെണ്ണമാണ് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ്, അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓർ ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസ്ഫേഴ്സ്. ഈ നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസിനെയും ഇനി രണ്ടായിട്ട് പരിഗണിച്ച് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്നുള്ളത് ഒരു അക്കൗണ്ടും അതുപോലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളത് മറ്റൊരു അക്കൗണ്ടുമായിട്ടും പരിഗണിക്കാറുണ്ട്. നേരത്തെ ഞാൻ അത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെയും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയതായിട്ടുള്ള ഒരു തുക പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ബാലൻസിൽ നിന്ന് വ്യത്യാസം പലപ്പോഴും റിയൽ അക്കൗണ്ട് കാണിക്കാറുണ്ട്. അതിന് പല തരത്തിൽ കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ഒറിജിനൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് പല ഡിഫിക്കൽറ്റിയും ഇന്റർനാഷണൽ ട്രേഡിൽ സംഭവിക്കാറുണ്ട്. ബിക്കോസ് വൈഡ് വെറൈറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്, പല കറൻസികളിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ന് മാത്രമല്ല ചില ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻസും കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടാതെ പോവാറുണ്ട്. സാമ്പിളിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന സമയത്ത് സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്നത്, അതുപോലെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂസിൽ വരുന്ന മാറ്റങ്ങൾ, അത് ചിലപ്പോൾ അണ്ടർ റിപ്പോർട്ടിംഗ് സംഭവിക്കാറുണ്ട്, ഓവർ റിപ്പോർട്ടിംഗ് സംഭവിക്കാറുണ്ട്. അതുപോലെ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ്, ഗവൺമെന്റ് അറിയാതെ തന്നെ സംഭവിക്കുന്ന ചില ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാവല്ലോ, ബ്ലാക്ക് മണി ജനറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന പല തരത്തിലുള്ള ട്രാൻസാക്ഷൻസ്. ഇങ്ങനെയൊക്കെ വരുന്ന കുറെ അധികം നമ്മൾ ഒഫീഷ്യലി നടക്കുന്ന, നമ്മൾ രേഖയിൽ പെടാതെ തന്നെ നടക്കുന്ന മറ്റു കുറെ അധികം ഇത്തരത്തിലുള്ള എറേഴ്സും ഒമിഷൻസും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു അക്കൗണ്ട് ആണ് നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസിൽ വരുന്നത്. അത് ഓരോ വർഷവും 1 മുതൽ 2% വരെയൊക്കെ നമ്മുടെ ഈ ടോട്ടൽ അക്കൗണ്ടിന്റെ 1 മുതൽ 2% വരെയൊക്കെ നെറ്റ് എറേഴ്സ് ആൻഡ് ഒമിഷൻസിന്റെ ഭാഗമായിട്ട് വരാറുണ്ട്. മറ്റൊന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് സെൻട്രൽ ബാങ്ക് വഴി ഒഫീഷ്യലി നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലേക്ക് നടത്തുന്ന അഡിഷൻസോ അതല്ലെങ്കിൽ അതൊന്നുള്ള വിഡ്രോവൽസോ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ വരുന്നത്. ചെയ്യുന്നത് യൂഷ്വലി RBI ആണ് ഓൺ ബിഹാഫ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഇതിലൂടെ ഒഫീഷ്യൽ സെറ്റിൽമെന്റ്, ഇതിന് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട് എന്നാണ് കാണാം. അതും കൂടെ ഓർക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓർ ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ട്. ഒഫീഷ്യൽ സെറ്റിൽമെന്റ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോറിൻ റിസർവിന് സംഭരിക്കുക എന്നുള്ളതാണ്. ഫോറിൻ റിസർവ് സംഭരിക്കപ്പെടുന്നത് സെൻട്രൽ ബാങ്കുകൾ പുറത്തുനിന്ന് ഡോളറുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അതുപോലെ ഗോൾഡ് മറ്റു പല രാജ്യങ്ങളോ ഇനി അതല്ലെങ്കിൽ വിദേശത്തിലെ IMF പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ
ഗോൾഡ് ഒക്കെ ലേലത്തിൽ വെക്കുന്ന സമയത്ത് അത് പർച്ചേസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ഫോറിൻ റിസർവ് കൈവശം വെക്കുന്ന രാജ്യമാണ് ചൈന. പിന്നീട് സൗദി അറേബ്യയൊക്കെയാണ് വരുന്നത്. ഈ ഒരു അതുപോലെ ഇന്ത്യയും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെയുള്ള പുറത്തു നിന്നും ലോണ് എന്താ പറയാ ഈ ഗോൾഡ് ഒക്കെ ഇങ്ങനെ ലേലം വിളിക്കുന്ന സമയത്ത് അത് നമ്മൾ കൂടെ വാങ്ങിച്ച് റിസർവിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റാറുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ ഫോറിൻ റിസർവ് 1st May 2020 പ്രകാരമുള്ള കണക്ക് വെച്ചിട്ട് $481 ബില്യൺ ഫോറിൻ റിസർവ് ആണ് ഇന്ത്യ കൈവശം വെച്ചിട്ടുള്ളത്. അതിൽ ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് FCA, അതായത് FCA മീൻസ് ഫോറിൻ കറൻസി അസറ്റ്. ഫോറിൻ കറൻസി അസറ്റ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഡോളറാണ്, US ഡോളറാണ്. പിന്നീട് മോണിറ്ററി ഗോൾഡ് ഉണ്ട്. അതുപോലെ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഉണ്ട്. അത് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ഓർക്കണം, അത് RBIയുടെ കൈവശമല്ല വെച്ചിട്ടുള്ളത്. മറ്റത് രണ്ടും RBIയുടെ കൈവശമാണ്. ഡോളറും അതുപോലെ ഗോൾഡും RBI ആണ് കീപ്പ് ചെയ്യുന്നതെങ്കിൽ SDR കീപ്പ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെ കൈവശമാണ്. അത് ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ പറയാവുന്നതാണ് റിസർവ് ട്രെഞ്ച് പൊസിഷൻസ്. അതായത് IMFൽ നിന്നും നമ്മൾക്ക് നേരത്തെ തന്നെ IMFന്റെ കൈവശം നൽകിയിട്ടുള്ള കോട്ടയുണ്ടല്ലോ, ആ കോട്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർവ് ട്രെഞ്ച് പൊസിഷൻ ആണ്. അതിൽ നിന്ന് നമുക്ക് വേണ്ട സമയത്ത് ആ കാശ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്ലിബറി ഉണ്ടാവുന്ന സമയത്ത് പിൻവലിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, IMFന്റെ മെക്കാനിസം. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർവ് ആയിട്ട് വരുന്നവയാണ്. അത് IMFലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നോട് ഓർക്കുക. ഇങ്ങനെ വരുന്ന ഇതിലേക്ക് നടത്തുന്ന അഡീഷൻസും ഇതിൽ നിന്നുള്ള സബ്സ്ട്രാക്ഷൻസും നമ്മൾ പിൻവലിക്കുന്നതുമൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇങ്ങനെയുള്ളതാണ് മറ്റു 2 അക്കൗണ്ടുകൾ, അതാണ് അതർ ബാലൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിനെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അതിന്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിളൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണിത് വർക്ക്ഔട്ട് ആവുന്നതെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. ഇതിൽ ആദ്യത്തെ അക്കൗണ്ട് നമ്മൾ പറഞ്ഞു കറന്റ് അക്കൗണ്ട് ആണ്. കറന്റ് അക്കൗണ്ടും അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടും വെച്ചിട്ടാണ് ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നത്. കറന്റ് അക്കൗണ്ട് ആണ്. ആ കറന്റ് അക്കൗണ്ടിന് തന്നെ നമ്മൾ ആദ്യം അതിന്റെ ഒരു ഡെബിറ്റ് ഉണ്ടാവും, മറ്റൊന്ന് ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. കറന്റ് അക്കൗണ്ട് തന്നെ നമ്മൾ 2 എഴുതിയിരിക്കണം, ഇൻവിസിബിൾ ഉണ്ട്, വിസിബിൾ ഉണ്ട്. ആദ്യത്തേത് വിസിബിൾ ആണ്, ഓർ മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആണ്. നമ്മൾ ഇവിടുന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോയത് $300 ബില്യൺ വസ്തുക്കളാണ്. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇന്ത്യക്ക് അകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇമ്പോർട്ട് -450 ആണ്, $450 ബില്യൺ ആണ്. അങ്ങനെയെങ്കിൽ ആദ്യം നമ്മൾ ആ കറന്റ് അക്കൗണ്ടിന്റെ ബാലൻസ് കറന്റ് അക്കൗണ്ടിൽ തന്നെ ഈ ട്രേഡിന്റെ ബാലൻസ് എടുക്കുകയാണെങ്കിൽ, ബാലൻസ് ഓഫ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് കാണിക്കുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് അപ്പോൾ 150 ഉണ്ട്, -150 ആണ് ബാലൻസ്. ദാറ്റ് മീൻസ് ട്രേഡ് ഈസ് ഇൻ ഡെഫിസിറ്റ് ആണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യക്ക് എപ്പോഴും ട്രേഡ് ഡെഫിസിറ്റ് ആണ് കാണിക്കാറുള്ളത് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻവിസിബിൾ എക്സ്പോർട്സ്. നമ്മൾ സർവീസസുകൾ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത് കൂടുതലാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. നമ്മളുടെ ഇൻവിസിബിൾ ഇമ്പോർട്ട്സ് കുറവാണ്, നമ്മളുടെ ഇൻവിസിബിൾ എക്സ്പോർട്സ് ആണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അതിന്റെ ബാലൻസ് എടുക്കുക. ഇൻവിസിബിൾ എക്സ്പോർട്ട് വരുന്നത് +200 ആണ്, ഇൻവിസിബിൾ ഇമ്പോർട്ട് -200 ആണ്. അതുകൊണ്ട് ഇൻവിസിബിൾ ബാലൻസ് അത് സർപ്ലസ് ആണ് കാണിക്കുന്നത്, 100 ആണ് സർപ്ലസ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ 100 സർപ്ലസ് കാണിക്കുന്ന ഇൻവിസിബിൾ അക്കൗണ്ട്. ട്രേഡ് ബാലൻസ് 150 ആണ്, പക്ഷേ ഡെഫിസിറ്റ് ആണ്, -150 വരുന്നത്. ഓവറോൾ കറന്റ് അക്കൗണ്ട് ബാലൻസ് അപ്പോൾ എത്രയാണ്? -150 ആണ്. അത് CAD-ലാണ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണ് കാണിക്കുന്നത്. 150 മൈനസ് ആണ്, -150 + 100 = -50 വരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മളുടെ കറന്റ് അക്കൗണ്ടിലേക്ക് ഇനി പോരായികയുണ്ട്. അതായത് എക്സ്പോർട്ട് ചെയ്ത ആ വസ്തുക്കൾക്ക് നമുക്ക് പേയ്മെന്റ് നടത്തണമെങ്കിൽ ഇനി കാശ് കുറവുണ്ട്. അത് എത്രയാണ്? 50 ബില്യന്റെ കുറവുണ്ട്. ഇനി അത് എവിടെ നിന്ന് മെറ്റ് ചെയ്യാം? അതിനാണ് നമ്മൾ ഇനി രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് പോകുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് FDIയും FPIയും ഒക്കെയാണല്ലോ അതിലുണ്ടാവുക. അതിന് ഞാനിപ്പോ നമ്മുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റലൊന്നും ഷോർട്ട് ടൈം ക്യാപിറ്റലൊന്നും ആയിട്ട് രണ്ടായിട്ട് തിരിക്കുകയാണ്. ഷോർട്ട് ടൈം ക്യാപിറ്റലാണ് 1 ഇയറിന്റെ താഴേക്ക് വരുന്നതിന് ഷോർട്ട് ടൈം ക്യാപിറ്റലൊന്നും, 1 ഇയറിന്റെ മുകളിലേക്ക് വരുന്നതിന് FDI FPI എന്നുള്ള കാറ്റഗറിയിലേക്കാണ് പെടുത്തുന്നത്. FDI നെറ്റ് ആണ്. FDI നെറ്റ് എന്ന് വെച്ചാൽ അതിൽ തന്നെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിൽ സെറ്റ് ചെയ്തതിനു ശേഷം FDI ഇൻവേർഡ് ആണ് കൂടുതലെങ്കിൽ അതിനെ നമ്മൾ FDI നെറ്റ് എന്ന് വിളിക്കും. നമ്മൾ ഇന്ത്യക്ക് അകത്തേക്ക് വന്നിട്ടുള്ള FDIക്കാണ് നമ്മൾ ഇൻവേർഡ് എന്ന് വിളിക്കും. ഔട്ട്വേർഡ് FDI ഉണ്ടാവും, ഇന്ത്യക്കാര് പുറത്ത് നടത്തിയ നിക്ഷേപം.
അതിന്റെ ബാലൻസ് നെറ്റ് എമൗണ്ട് പോസിറ്റീവ് ആവാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ കൂടുതൽ എമൗണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് അർത്ഥം. ഇൻവേർഡ് ആണ്, FD ഇൻവേർഡ് ആണ്, അത് +30 ആണ്, +40 ആണ്. അതുപോലെ FPI നെറ്റ് ഫോറിൻ പോർട്ട്ഫോളിയോയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനം +30 ആണ്. അതിന്റെ ഇൻവേർഡും ഔട്ട്വേർഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്ന സമയത്ത് +30 വന്നു. സോ ഓവറോൾ ബാലൻസ് എത്ര വന്നു? ഈ ലോങ് ടേം ക്യാപിറ്റലിൽ +70 വന്നു. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ എന്ന് വെച്ചാൽ 1 ഇയറിന് താഴേക്ക് വരുന്ന ക്യാപിറ്റലായിട്ട് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഇൻഫ്ലോ വന്നത് +35 ആണ്. അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ -15 വന്നു. ദാറ്റ് മീൻസ് അതിന്റെ ബാലൻസ് +20. അങ്ങനെ ഓവറോൾ ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് +90 ആ വന്നിട്ടുള്ളത്. ലോങ് ടൈം ക്യാപിറ്റലും ഷോർട്ട് ടൈം ക്യാപിറ്റലും രണ്ടും കൂടെ ആഡ് ചെയ്ത സമയത്ത് ബാലൻസ് +90 വന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ സർപ്ലസ് ആണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ഉണ്ടായിട്ടുള്ള സർപ്ലസ് ബാലൻസ് ആണ് +90. കറന്റ് അക്കൗണ്ടിൽ നമുക്ക് ഡെഫിസിറ്റ് ആയിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ സർപ്ലസ് വന്നു +90. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ്, എറേഴ്സ് ആൻഡ് ഒമിഷൻസിന്റെ ഒന്നും നമ്മൾ ഇതിലേക്ക് വരുത്തുന്നില്ല, കാരണം അത് വളരെ റെയർ ആയിട്ട് സംഭവിക്കുന്നതാണ്. അതവിടെ തൽക്കാലം നിൽക്കട്ടെ. പകരം ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ആൻഡ് കറന്റ് അക്കൗണ്ട് മാത്രമാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ബാലൻസ് വരിക. കറന്റ് അക്കൗണ്ട് ബാലൻസിൽ ഡെഫിസിറ്റ് കാണിച്ചു, -50 കാണിച്ചു. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിൽ +90 കാണിച്ചു. ഓക്കെ, +90 കാണിച്ചു. ദാറ്റ് മീൻസ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം +40 എന്തുണ്ട്? ബാലൻസ് എക്സ്ട്രാ ഉണ്ട്. ഈ എക്സ്ട്രാ ഉള്ള ബാലൻസ് ഇനി നമ്മൾ എങ്ങോട്ടാ നീക്കുക? അത് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഫോറിൻ റിസർവിലേക്ക് അഡീഷൻ ആയിട്ട് മാറ്റും. ഫോറിൻ റിസർവിലേക്ക് ആഡ് ചെയ്യപ്പെടും. സർപ്ലസ് ആണ്. ആ സർപ്ലസ് നമ്മൾ എടുത്തിട്ട് 40 എടുത്തിട്ട് എവിടേക്ക് കൊടുക്കും? ഫോറിൻ റിസർവിലേക്ക് മാറ്റും. അങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഫോറിൻ റിസർവ് വർദ്ധിച്ചു വരുന്നത്. ദാറ്റ് മീൻസ് -40 എന്ന് കൊടുക്കാൻ കാരണം അത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയത്തിലാക്കണം. ദാറ്റ് മീൻസ് ഈ അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്നും ആ 40 എടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് കൊടുക്കുകയാണ്? ടു എവിടേക്ക് മാറ്റുന്നു? ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ റിസർവിലേക്ക് മാറ്റുന്നു. അങ്ങനെയാണ് -40 കൊടുക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എവിടെ എത്തി? 0-ലെത്തി. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് 0-ലേക്ക് ഇക്വിലിബ്രിയത്തിലായിരിക്കും ആൾവേസ് ഉണ്ടാവുക. ഇതിന്റെ നേരെ തിരിച്ച് കേസ് ആണെങ്കിൽ എന്താണ് ഇപ്പൊ അവസ്ഥ വരുന്നത്? നമ്മളുടെ ഇപ്പൊ -50 ആണ് കറന്റ് അക്കൗണ്ട് ബാലൻസ്. അതുപോലെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ +20 വന്നുള്ളൂ എന്ന് വെക്കാം. +20 വന്നുള്ളൂ. ദാറ്റ് മീൻസ് വി ആർ ഇൻ ഷോർട്ടേജ് ആണ്. ഷോർട്ടേജിലാണ്. അപ്പൊ $30 ബില്യൺ കുറവുണ്ട്. ആ $30 ബില്യൺ കുറവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? അപ്പോഴാണ് നമ്മൾ മറ്റെന്തെങ്കിലും എയ്ഡ്സോ പുറത്തുനിന്നുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഉണ്ടാവുന്ന സമയത്ത് പ്രശ്നം പരിഹരിക്കാൻ നമ്മളെ സഹായിക്കുന്ന IMF-ലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എക്സ്റ്റേണൽ ഫിനാൻസ് സോഴ്സുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് നമ്മൾ പരിഹരിക്കേണ്ടതായിട്ട് വരും. ഇവിടെ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഫോറിൻ റിസർവിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതല്ലെങ്കിൽ നമ്മുടെ ആ ഫോറിൻ റിസർവ് എടുത്തിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഫോറിൻ റിസർവ് എടുത്ത് കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ പിന്നീട് നമ്മൾ IMF പോലെയുള്ള ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ സഹായം തേടിയിട്ട് വേണ്ടിവരും ആ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനെ നമ്മൾ പിന്നീട് ഇൻട്രസ്റ്റ് അടക്കേണ്ടതായിട്ട് വരികയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഉണ്ടാവുക. ഇത് സാധാരണഗതിയിൽ ഈ ഒരു സർപ്ലസ് എന്നുള്ള ഇന്ത്യയൊക്കെ ഇപ്പൊ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ചില സമയത്ത് സർപ്ലസ് ഒക്കെയാണ് കാണിക്കാറുള്ളത്. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇക്വിലിബ്രിയത്തിൽ ആയിക്കോളന്നില്ല. ദർ മേ ബി ഡിസിക്വിലിബ്രിയംസ് ഉണ്ടാവും. അങ്ങനെ വരുന്നെങ്കിൽ ഇങ്ങനെ എന്താണ് ആ ഡിസിക്വിലിബ്രിയംസ് എന്നും അതിന്റെ കാരണങ്ങളും അതെങ്ങനെ പരിഹരിക്കാം എന്നും കൂടെയാണ് ഈ ഒരു സെഷനിൽ ഇനി പറയാനുള്ളത്. അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള കോൺസെപ്റ്റ് അവസാനിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡിസിക്വിലിബ്രിയത്തിൽ ആവുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫണ്ട് നമ്മുടെ കൈവശമല്ല ഫോറിൻ റിസർവിലേക്ക് ആഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരികയും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയ്ക്ക് വരാലോ. അങ്ങനെ വരുന്നതിന് കാരണം എന്താണ്? ഡിസിക്വിലിബ്രിയം arises when the demand for and supply of foreign currency of a country are not equal. നമ്മുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ, നമ്മുടെ കറൻസിയുടെ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ അല്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ ഡിസിക്വിലിബ്രിയത്തിലേക്ക് മാറുകയും അത് പിന്നീട് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. എക്കണോമിക് ഫാക്ടേഴ്സ്, ഇങ്ങനെ ഇതിന് കാരണമായിട്ട് വരുന്ന ചില എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ആ രാജ്യത്തുണ്ടായിരിക്കുന്ന പൊളിറ്റിക്കൽ ക്രൈസിസുകൾ വരാം. അതുപോലെ സോഷ്യലായിട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, സാമൂഹികമായി ഉണ്ടാകുന്ന കലാപങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതെല്ലാം ഈ ഒരു നമ്മുടെ ഫോറിൻ കറൻസിയുടെ ഡിമാൻഡിൽ കുറവ് വരുത്തും. അങ്ങനെ നമ്മുടെ വാല്യൂ കുത്തനെ ഇടുകയും പിന്നീട് നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടൊക്കെ തകരാറിലാവുകയും ഇൻകം കുറയുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ക്രൈസിസ് വരുന്നത്.
ഈ ക്രൈസിസ് എങ്ങനെയാണ് എക്സ്ചേഞ്ച് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിതമായിട്ട് നമുക്ക് ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ക്രൈസിസ് വരുന്നത് എന്നൊന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഡിസിക്ലിബ്രിയം എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവും. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡിസിക്ലിബ്രിയം വരുന്നതും അതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പറയാം. അതിന്റെ മുന്നോടിയായിട്ട് ഈ മെത്തേഡ് ഓഫ് കറക്ഷൻ ഓഫ് ഡിസിക്ലിബ്രിയം കൂടെ നോക്കാം. എന്നാൽ ആ എക്സാമ്പിൾ പറയുന്ന സമയത്ത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. ബാലൻസ് ഓഫ് പേയ്മെന്റിലേക്ക് ഉണ്ടാകുന്ന സർപ്ലസുകൾ, അഡീഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ആ സർപ്ലസ് എടുത്ത് നമുക്ക് ഫോറിൻ റിസർവിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് ഏത് രാജ്യത്തിനും അത് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ ഡെഫിസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദോഷകരമാണ്. ആ ഡെഫിസിറ്റ് നമ്മളെ ഫോറിൻ റിസർവിനെ ചോർത്തിക്കളയും. കൂടാതെ പിന്നെ നമ്മൾ ഇതിന് വേണ്ട ഫണ്ടുകൾ പുറത്തുനിന്ന് മറ്റുള്ളവങ്ങളിൽ കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്നത്. ഇന്ത്യ പോലും അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ 1991 മുന്നേ എത്തിയതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ ലിബറലൈസേഷൻ ഒക്കെ നടപ്പാക്കേണ്ടതായിട്ട് നിർബന്ധിതാവസ്ഥയിലേക്ക് എത്തുന്നത്. നമ്മുടെ ഫോറിൻ റിസർവ് പൂർണ്ണമായിട്ടും ഇല്ലാത്തൊരവസ്ഥ ഇന്ത്യക്ക് വന്നപ്പോഴാണ്. ഇത് ഇങ്ങനെ ഒരു കറൻസിയുടെ വാല്യൂവിൽ ചേഞ്ച് വരികയും ആ വാല്യൂ നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ എഫക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. അങ്ങനെ ആ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ എഫക്ട് ചെയ്യത്തക്ക രീതിയിൽ കറൻസിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ കറക്റ്റ് ചെയ്യപ്പെടുമെന്ന് വെച്ചാൽ ഒരു കറൻസിയുടെ തന്നെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ഹയർ ആയിട്ട് പോവാന്നൊക്കെ കൂടി പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കുറഞ്ഞ് പെർഫെക്റ്റ് കോമ്പിനേഷൻസിലൊക്കെ കുറയുന്ന പോലെ തന്നെ അത് മാർക്കറ്റിലേക്ക് എക്സസ് സപ്ലൈ വരുവാണെങ്കിൽ പിന്നീട് അതിന്റെ പ്രൈസ് കുറഞ്ഞിട്ട് താഴേക്ക് തന്നെ വരും. അതുപോലെ ഡിമാൻഡ് കൂടിയിട്ട് അതിന്റെ വാല്യൂ കൂടി പോവുകയാണെങ്കിൽ അതും താഴേക്ക് തന്നെ കറക്റ്റ് ചെയ്തിട്ട് ഒരു ഇക്വിലിബ്രിയം പോയിന്റിലായിരിക്കും എപ്പോഴും എക്സ്ചേഞ്ച് റേറ്റ് എക്സിസ്റ്റ് ചെയ്യുക. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒരേപോലെ തന്നെ മാർക്കറ്റിൽ സംഭവിക്കുകയും അത് ഇക്വിലിബ്രിയത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും. പക്ഷേ അതല്ലാത്ത ചില സിറ്റുവേഷൻസ് സംഭവിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പൊ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ആ എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയി തരാം. ഒരു എക്സാമ്പിൾ ആണ്. ഇന്ത്യയിൽ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു $1 ഈസ് ഈക്വൽ ടു 60 rupees ആണ്. 60 രൂപയാണ് ഒരു ഡോളറിന്റെ ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് വാല്യൂ. ഈ എക്സ്ചേഞ്ച് വാല്യൂ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ജപ്പാനിൽ നിന്നുള്ള കുറെ ക്യാമറ വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അവരുടെ ഇമ്പോർട്ട് ഉണ്ട്. അവരിങ്ങോട്ട് ഇന്ത്യയിലേക്ക് ജപ്പാനീസ് ക്യാമറ കൊണ്ടുവന്ന് വിൽക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ ക്യാമറയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിൽ എത്രയായിരിക്കും വില? മറ്റുള്ള ഡ്യൂട്ടീസും ടാക്സും ഒന്നും പരിഗണിക്കുന്നില്ല കേട്ടോ. ഇത് ഈ എക്സ്ചേഞ്ച് റേറ്റ് മാത്രം വെച്ചിട്ടാണ് പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ജപ്പാനീസ് ക്യാമറയ്ക്ക് ഇന്ത്യയിൽ ഉണ്ടാവുന്ന വില എത്രയായിരിക്കും? അപ്പം 6000 രൂപയായിരിക്കും. കാരണം ഒരു ഡോളർ എന്ന് വെച്ചാൽ 60 രൂപയാണ്. അവരുടെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോളർ അതിന്റെ വില $100 ആണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്ന് വിൽക്കുകയാണെങ്കിൽ ഒരു ഡോളറിന് 60 രൂപയാണ്. അതുകൊണ്ട് 6000 രൂപയായിരിക്കും മാർക്കറ്റിൽ അതിന്റെ വില ഉണ്ടാവാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അതുപോലെ നമ്മൾ കുറെ വസ്തുക്കൾ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെഡിസിൻസ് ആണ് കൊണ്ടുവന്ന് വെച്ചോ. ഇന്ത്യന്റെ മെഡിസിൻസ് നമ്മൾ അമേരിക്കയിൽ വിൽക്കുന്നുണ്ട്. അമേരിക്കയിൽ അപ്പോ നമ്മൾ 6000 രൂപയുടെ ഒരു മെഡിസിൻ വിൽക്കുന്നുണ്ടെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ അതിന് എന്തായിരിക്കും വില? അമേരിക്കൻ മാർക്കറ്റിൽ 6000 ഡിവൈഡഡ് ബൈ 60 ആണ് ഇന്ത്യൻ റുപ്പിയുടെ. ദാറ്റ്സ് ഈക്വൽ ടു $100 ആയിരിക്കും അമേരിക്കയിൽ ഇന്ത്യൻ മെഡിസിന്റെ പ്രൈസ് ഉണ്ടാവാം. ഇതാണ് ഒരു ഇപ്പോഴത്തെ ഒരു പ്രിവെയിൽ ചെയ്യുന്ന മാർക്കറ്റ് സിറ്റുവേഷൻ വിചാരിച്ചു. ഇനി റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്തു, എക്സ്ചേഞ്ച് വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുകയും അങ്ങനെ $1 ഈസ് ഈക്വൽ ടു 75 റുപ്പീസ് എന്നുള്ള രീതിയിലേക്ക് അത് ഡിപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞ പോലെ തന്നെ പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ജപ്പാനീസ് ക്യാമറ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഇമ്പോർട്ടർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് ഇന്ത്യയിലെ ആൾക്കാർ അത് വാങ്ങിക്കാൻ പഴയ പോലെ താല്പര്യം കാണിക്കൂല. എന്താ കാരണം? പണ്ട് ഇതിന് ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് 6000 രൂപ ഉണ്ടെങ്കിൽ ഇപ്പൊ അതിന് 7500 രൂപ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? പണ്ടത്തെ അതേ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം $100 തന്നെയാണ്. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് ഡിപ്രീഷിയേറ്റ് ചെയ്ത ഇന്ത്യൻ റുപ്പി ആയതുകൊണ്ട് തന്നെ $75 വരുന്നുണ്ട്. സോ ദാറ്റ്സ് ഈക്വൽ ടു $100 ഈ ജപ്പാനീസ് ക്യാമറയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ 7500 രൂപയായിട്ട് കൂടിയിട്ടുണ്ടാവും. ഇനി നേരെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന മെഡിസിന്റെ കാര്യം എന്താ? അത് ഇന്ത്യയിൽ നിന്ന് 6000 രൂപക്കാണ് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് എത്തുന്ന സമയത്ത് അതിന് എത്ര ഉണ്ടാവില്ല. പണ്ട് അതിന് $100 കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയുടെ
റുപ്പീന്റെ വാല്യൂ കുറഞ്ഞുണ്ട് ഇപ്പം. ആ കുറഞ്ഞത് കൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഇനി അതിന് എത്ര ഉണ്ടാവുള്ളൂ? $80 വാല്യൂ ഉള്ളൂ. $80 ഇനി അതിന് വിലയുള്ളൂ. അതായത് 6000 divided by 75 വരും. 6000 divided by 75 is equal to $80 ആണ് വരുന്നത്. 80 ആയിരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ അതിന്നുണ്ടാവുന്ന വില. ഈ ഒരു സിറ്റുവേഷൻ ഇനി എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. എക്സ്ചേഞ്ച് വാല്യൂ കറക്റ്റ് ചെയ്യുകയും ഇമ്പോർട്ടും എക്സ്പോർട്ടും പഴയ പോലെ തന്നെ ആവുകയും ചെയ്യും. റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്ത് 75-ലായപ്പോൾ ജപ്പാനീസ് ക്യാമറകൾ ഇന്ത്യക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയും. കാരണം ഇതിനുള്ള ഡിമാൻഡ് ഇവിടെ കുറയും. കാരണം പ്രൈസ് കൂടി ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് കൂടി ഡിമാൻഡ് കുറഞ്ഞ ആളുകൾ പിന്നെ എന്തെങ്കിലും അത് വാങ്ങിക്കുന്നത് കുറക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കുറയുന്നു. ഇതൊരു ഭാഗത്ത് സംഭവിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന മെഡിസിൻസിന് അമേരിക്കയിൽ ഡിമാൻഡ് കൂടും. അമേരിക്കയിൽ ഡിമാൻഡ് കൂടാൻ കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മെഡിസിൻസിനെക്കാളും വില കുറവായിരിക്കും ഇന്ത്യൻ മെഡിസിൻസിന് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മെഡിസിൻസിന് അവിടെ ഡിമാൻഡ് കൂടും. പണ്ട് $100 ഉണ്ടായിരുന്നു, ഇപ്പൊ $80 ഉള്ളൂ. ആളുകൾ അത് കൂടുതൽ താല്പര്യപൂർവ്വം അത് വാങ്ങിക്കും. അങ്ങനെ അവിടെ ഡിമാൻഡ് കൂടും. ദാറ്റ് മീൻസ് അവിടെ ഡിമാൻഡ് കൂടുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ കൂടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്കും സപ്ലൈ അവിടെ വരുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസ് കൂടും. അങ്ങനെ പ്രൈസ് കൂടിയിട്ട് അത് പഴയ പോലെ തന്നെ ₹100 അടുക്കും. ഇന്ത്യയിലാകുന്ന സമയത്തോ ജപ്പാനീസ് ക്യാമറകൾക്ക് ഇന്ത്യക്കാർക്ക് ഡിമാൻഡ് കുറയും. അങ്ങനെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് അതിന്റെ സപ്ലൈ മാർക്കറ്റിൽ കൂടും. സപ്ലൈ കൂടുന്ന സമയത്ത് പിന്നീട് അവർ പ്രൈസ് കുറക്കേണ്ടി വരും. അങ്ങനെ അതിന്റെ പ്രൈസും കുറയും. ഇങ്ങനെ ഇവിടെ ജപ്പാനീസ് ക്യാമറന്റെ പ്രൈസ് കുറയുകയും ചെയ്യും. അമേരിക്കയിൽ ഇന്ത്യൻ റുപ്പിയുടെ പ്രൈസ് കൂടുകയും ചെയ്യും. അങ്ങനെ അത് പിന്നീടും പഴയ പോയിന്റിലേക്ക് തന്നെ മടങ്ങി പോയി ₹1 = $1 എന്നുള്ള രീതിയിലേക്ക് വരികയും ഇമ്പോർട്ടും എക്സ്പോർട്ടും പഴയ പോലെ തന്നെ ആയി മാറുകയും ചെയ്യും. ഇതാണ് ഓട്ടോമാറ്റിക് കറക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസം. ദാറ്റ് മീൻസ് ഒരു ഇമ്പോർട്ടിന്റെയും ഒരു എക്സ്പോർട്ടിന്റെയും രണ്ട് ഭാഗങ്ങളിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്തിട്ട് മടങ്ങി വരുന്നത് കാണാം. ഇതേ സിറ്റുവേഷൻ ആണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മാർക്കറ്റിൽ പറയാറുള്ളത്. എക്സസ് സപ്ലൈ വരുകയും അതുപോലെ എക്സസ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് അതിനെ അബ്സോർവ് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അതേപോലെയാണ് ഇവിടെയും സംഭവിക്കുക. ഇനി ഇത് ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യേണ്ടത്. ഇനി പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ, ഒരു അഡീഷണൽ പോയിന്റ് ആണ്. പക്ഷെ ഇന്ത്യ പോലെയുള്ള മാർക്കറ്റുകളിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കറക്ഷൻസിന് കുറെ സമയം എടുക്കാറുണ്ട്. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി പഴയ പോലെ മടങ്ങി വരാറുമില്ല. അതുകൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെയുള്ള ജപ്പാനീസ് ക്യാമറ അല്ല നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ജപ്പാനീസ് ക്യാമറയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ അതിന്റെ ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും വസ്തുക്കൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നെസസിറ്റീസിൽ വരുന്നതാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ ഗോൾഡ് ഒക്കെ വരുന്ന പോലെയുള്ള പ്രഷ്യസ് മെറ്റൽസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ പെട്രോളിന്റെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല, അതിന്റെ ഡിമാൻഡ് കുറക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കൂല. 7500 വേണമെങ്കിൽ നമുക്ക് ജപ്പാനീസ് ക്യാമറ വേണ്ടാന്ന് വെക്കാം, പക്ഷെ പെട്രോൾ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഹയർ പ്രൈസിലും ഇന്ത്യക്കാർ എന്തിനു ഡിമാൻഡ് ചെയ്യും? ഇത്തരത്തിലുള്ള വിദേശ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അങ്ങനെ കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ഹയർ പ്രൈസിൽ നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നു. അത് ഫർദർ ഇൻഫ്ലേഷന് കാരണമായി തീരുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ കൂടുതൽ ഇൻഫ്ലേഷൻ അല്ല, കൂടുതൽ കാശ് കയ്യിൽ നിർത്തതിന് ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ അതിനുവേണ്ടി കൂടുതൽ അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നു. എന്നാൽ നേരെ മറിച്ച് നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരുന്നു. അങ്ങനെ ഒരു കൺജസ്റ്റഡ് പൊസിഷൻസിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി കറക്ഷൻ പോലെ പ്രൈസ് പഴയ പോയിന്റിലേക്ക് മടങ്ങി പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരും. ഇത്തരത്തിലുള്ള നെസസിറ്റീസ് പോലെയുള്ള പ്രോഡക്റ്റുകൾക്ക് ഹയർ പ്രൈസിലും നമ്മൾ പഴയ ഡിമാൻഡ് തന്നെ മാർക്കറ്റിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാത്തത്, നമ്മൾക്ക് ഓട്ടോമാറ്റിക് കറക്ഷൻ സാധ്യമല്ലാതെ വരുന്നത്. ഇത് പക്ഷെ മറ്റു പല രാജ്യങ്ങൾക്കും സാധ്യമാണ്. കാരണം അവർ സെൽഫ് എഫിഷ്യന്റ് ആയിട്ട് ആ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാനോ അവരുടെ തന്നെ കപ്പാസിറ്റി ഉപയോഗിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യാനോ കഴിയുള്ള രാജ്യങ്ങൾക്ക് അത് സാധ്യമാവും. പക്ഷെ നമുക്കത് സാധ്യമാവില്ല. നമുക്കത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. പല രാജ്യങ്ങളും ഒരു രാജ്യത്തിന്റെ തന്നെ കറൻസി സ്വയം ഇപ്പോൾ ഡീവാല്യൂറ്റ് ചെയ്തിട്ട് അതിന്റെ എക്സ്പോർട്ടുകളും അതിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യൻ മെഡിസിൻസ് $100 പുറത്തേക്ക് എത്തുന്ന സമയത്ത് $80 ആയിട്ട് കുറഞ്ഞു. അതിന് കാരണം എന്താ? നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്താണ്. ഈ ഡിപ്രീഷിയേറ്റ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ സംഭവിക്കുകയാണ് ചെയ്തത്.
പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ ചില രാജ്യങ്ങൾ സ്വന്തം കറൻസിനെ ഡീവാല്യൂ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇപ്പൊ ചൈനയൊക്കെ പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ അങ്ങനെയൊക്കെ ആരോപിക്കപ്പെടാറുണ്ട്. സ്വന്തം വാല്യൂനെ ഡീവാല്യൂ ചെയ്യിപ്പിക്കുക. ഡീവാല്യൂറ്റ് ചെയ്ത പ്രോഡക്റ്റുകളാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ പിന്നീട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ആ പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് കുറവായിരിക്കും. അങ്ങനെ പ്രൈസ് കുറവാകുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ആ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങിക്കും. ചൈന ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അത് കണ്ട് മറ്റു രാജ്യങ്ങളും അവരുടെ കറൻസിയും ഡീവാല്യൂ ചെയ്യും. അങ്ങനെ ഡീവാല്യൂ ചെയ്തിട്ട് പരസ്പരം ഒരു കറൻസി വാറുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. കറൻസി വാറുകളിലൂടെ രാജ്യങ്ങളെല്ലാം അവരുടെ കറൻസിനെ വാല്യൂനെ ഡീവാല്യൂറ്റ് ചെയ്യുകയും എന്നിട്ട് ആ പ്രോഡക്റ്റുകൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു മത്സരത്തിനാണ് കറൻസി വാറുകൾ എന്ന് വിളിക്കുന്നത്. അതും ഇന്നത്തെ മാർക്കറ്റുകളിൽ കാണാവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ദിസ് ഇസ് ഹൗ ഓട്ടോമാറ്റിക് കറക്ഷൻ ഒക്കേഴ്സ്. ഇങ്ങനെയാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ പരസ്പരം ഓട്ടോമാറ്റിക്കലി കറക്റ്റഡ് ആവുന്നത്. അതുവഴി നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റും പഴയ പോലെ പോയിന്റിലേക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ടും കറക്റ്റ് ചെയ്യുന്നതിലൂടെ ഇത് ഇമ്പോർട്ടും എക്സ്പോർട്ടിൽ മാത്രമല്ല ക്യാപിറ്റൽ അക്കൗണ്ടിലൊക്കെ ഈ ഒരു ഓട്ടോമാറ്റിക്കലി കറക്ഷൻ കാണാവുന്നതാണ്. പിന്നെ മറ്റു ചില മെഷേഴ്സ് ഉണ്ട്, ഡെലിബറേറ്റ് മെഷേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് കറക്ഷൻസ് സാധ്യമല്ല എന്ന് പറഞ്ഞു നമ്മൾ ചില പ്രോഡക്റ്റുകൾക്ക് പോകുന്നു, നമ്മുടെ മാർക്കറ്റുകൾക്കൊന്നും അത് സാധ്യമല്ലാത്ത സന്ദർഭം വരുമ്പോൾ നമ്മൾ പിന്നീട് ഡെലിബറേറ്റ് ആയിട്ടുള്ള ചില മെഷേഴ്സ് എടുക്കേണ്ടി വരും. അതിനെ നമ്മൾ കൃത്രിമമായ ചില മാർഗത്തിലൂടെ കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോഴാണ് നമ്മൾ മോണിറ്ററി ടൂളുകളൊക്കെ ഉപയോഗിക്കുക. മോണിറ്ററി മെഷേഴ്സ് അവിടെയാണ് ഉപയോഗിക്കുക. മണി സപ്ലൈ മാർക്കറ്റിൽ നിന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്കലായിട്ടുള്ള SLR, CRR അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സെൻട്രൽ ബാങ്കുകൾ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കാം. അത് മനഃപൂർവ്വം അത് എടുത്ത് ഉപയോഗിച്ചിട്ട് ആളുകൾ കറൻസിയുടെ സപ്ലൈ മാർക്കറ്റിലേക്ക് കുറക്കുക കൂട്ടുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പ്രോസസ്സ്. മറ്റൊന്ന് ഡീവാലുവേഷൻ നടത്തുന്നത്. ഡീവാലുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻസിയുടെ വാല്യൂ മനഃപൂർവ്വം കുറയ്ക്കുക. പക്ഷെ അത് കുറയ്ക്കണമെങ്കിൽ ഫിക്സഡ് വാല്യൂ, അതായത് ഫ്ലോട്ടിംഗ് അല്ലാത്ത എക്സ്ചേഞ്ച് റേറ്റ് നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ അത് സാധ്യമാവുള്ളൂ. അതല്ലാതെങ്കിൽ സെൻട്രൽ ബാങ്കുകൾക്ക് അറ്റ്ലീസ്റ്റ് അതിനൊരു കപ്പാസിറ്റി കിട്ടണമെങ്കിൽ അവിടെ മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എങ്കിലും ആയിരിക്കണം. എങ്കിൽ അതിന് ആ ഡീവാലുവേഷനിൽ ചെറുതായിട്ടൊക്കെ ഇടപെടാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടെങ്കിൽ ഡെലിബറേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുന്ന വാല്യൂസിനെ ഡീവാലുവേറ്റ് ചെയ്യുകയും അതുവഴി അവരുടെ എക്സ്പോർട്ടുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ അവർ ചെയ്യുന്ന ഒരു മെത്തേഡ്. അതുവഴി ഇമ്പോർട്ട് റെഡ്യൂസ് ചെയ്യും, അതുപോലെ എക്സ്പോർട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യും. പലപ്പോഴും ഇതിനൊക്കെ ആളുകൾ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചില കുറെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. കറൻസി വാല്യൂ കുറയുക എന്ന് വെച്ചത് ഇപ്പോഴും ദോഷകരമാണ് എന്ന് മനസ്സിലാക്കാറുണ്ട്. ദോഷകരമല്ല, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് പിടുത്തം വിട്ട് പോയി കഴിഞ്ഞാലാണ് പ്രശ്നമാവാറുള്ളത്. കറൻസിയുടെ വാല്യൂ കുറയുന്നത് വഴി നമുക്ക് കൂടുതൽ വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഇമ്പോർട്ടിനെ റെഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. മറ്റൊന്ന് ട്രേഡ് മെഷേഴ്സ് ആണ്. ട്രേഡ് മെഷേഴ്സിലൂടെ കൂടുതൽ എക്സ്പോർട്സ് വർദ്ധിപ്പിക്കാനും വേണ്ടി നമ്മൾ കുറെ ചില പ്രൊമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സ്ഥാപിച്ചു കൊടുക്കുക, ഫ്രീ ട്രേഡ് സോണുകൾ സ്ഥാപിക്കുക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ബിസിനസ് ചെയ്തോളൂ എന്ന് പറയാം. അതുപോലെ അവർക്ക് എക്സ്പോർട്ട് ഡ്യൂട്ടി അബോളിഷ് ചെയ്തിട്ട് ഇവിടുന്ന് കൂടുതൽ സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുക. എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് സബ്സിഡികൾ കൊടുക്കുക, എന്നിട്ടൊക്കെ അവരെ പ്രോത്സാഹിപ്പിച്ച് വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെയുള്ള എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് എടുക്കാം. അതുപോലെ മറ്റൊന്ന് ഇങ്ങോട്ട് വരുന്ന വസ്തുക്കളെ തടയാൻ വേണ്ടിയിട്ട് അതിന് ഇമ്പോർട്ടിനെ തടയാം. അപ്പോഴും നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ഡെബിറ്റ് ബാലൻസ് കുറക്കാൻ പറ്റും. പകരം ക്രെഡിറ്റ് ബാലൻസിനെ വർദ്ധിപ്പിക്കാനാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഡെബിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി സെറ്റ് ചെയ്യുക. ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് ഹയർ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കുക. ഇമ്പോർട്ട് ലൈസൻസുകൾ നമ്മളുടെ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടില്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും വരുന്ന മെഷേഴ്സ് ഉണ്ടല്ലോ, ബാരിയേഴ്സ് ഓഫ് ട്രേഡ്, അവയെ ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് ഇമ്പോർട്ടിനെ പ്രോഹിബിറ്റ് ചെയ്യുക, കോട്ട വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇമ്പോർട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് പഴയ പൊസിഷൻസിലേക്ക് മടങ്ങി വരാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ മറ്റൊന്ന് മിസലേനിയസ് ആയിട്ടുള്ള ചില മെഷേഴ്സ് ആണ്. മിസലേനിയസ് മെഷേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ചില മെത്തേഡുകൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ചില പ്രാക്ടീസുകളൊക്കെ എടുക്കാറുണ്ട്. പല ഇവിടെ പുറത്തുള്ള ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്തി അവരെ ആകർഷിപ്പിച്ച് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരുടെ ഡെപ്പോസിറ്റുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ടൂറിസം ഡെവലപ്മെന്റുകളൊക്കെ നടത്തി വിദേശികൾ ആയുർവേദമോ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പ്രാകൃതമായി എന്താ പറയുക നമ്മുടെ ചില എന്താ പറയാ ഈ ടൂറിസമോ ആയുർവേദമോ ഒക്കെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഇപ്പൊ കേരളത്തെ പോലെ ചെയ്യുന്ന പല മെത്തേഡുകൾ ഉണ്ടല്ലോ. എന്നിട്ട് അവിടെയുള്ള ആളുകൾ ഇങ്ങോട്ട് ആകർഷിപ്പിക്കുകയും ഇവിടെ വന്നിട്ട് അവരുടെ കാശ് സ്പെൻഡ് ചെയ്യുകയും അവർ വരുന്ന സമയത്ത് ഫോറിൻ കറൻസി കൊണ്ടുവരികയും റിസർവ് കൊണ്ടുവരികയൊക്കെ ചെയ്യുമല്ലോ. അതൊക്കെ നമുക്ക് ഫോറിൻ റിസർവിലേക്ക് വരികയും അങ്ങനെ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിലേക്ക് ക്രൈസിസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്താനൊക്കെ പറ്റുകയും ചെയ്യും. അങ്ങനെയുള്ള ചില മിസലേനിയസ് മെഷേഴ്സ് ഒക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക ഒരു ഭാഗത്ത്.
ഇതെല്ലാം കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആ എക്കോണമിക്ക് ആവശ്യത്തിനുള്ള ഫോറിൻ കറൻസി ലഭ്യമാവുകയും നമുക്ക് ആ ഫോറിൻ ക്രൈസിസിൽ നിന്ന് കരകയറാൻ സഹായിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒന്നുകിൽ നമ്മുടെ എക്കോണമി സ്വയം തന്നെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരുക്കി കൊടുക്കുക, അതല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ടുള്ള ചില മെഷേഴ്സിലൂടെ, മോണിറ്ററി മെഷേഴ്സോ ട്രേഡ് മെഷേഴ്സോ ഇനി അതല്ലെങ്കിൽ മറ്റുള്ള ഇൻഡയറക്റ്റ് വേയിലൂടെ പുറത്തുള്ള ആളുകൾ അട്രാക്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് അവരിൽ നിന്ന് നമ്മൾ ഫോറിൻ ഫിനാൻസ് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന മാർഗങ്ങളിലൂടെ നമുക്ക് ആ ഡിസിക്ലിബ്രിയം പരിഹരിക്കാവുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മറ്റുള്ള പുറത്തു നിന്നൊക്കെയുള്ള ഫോറിൻ കറൻസി ലോണുകളൊക്കെ തേടുന്നൊക്കെ ഈ മിസ്സലേനിയസ് റെസിപ്റ്റ്സിന്റെ ഭാഗമായിട്ട്, മെഷേഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മെത്തേഡുകളാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മെത്തേഡുകൾ. ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ള പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് ബിസിനസ് എൻവയോൺമെന്റ് എന്നുള്ള പാർട്ടുണ്ട്. അതിലും കുറെ ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിന്റെ അകത്തും വരുന്നുണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ഇനി പറയാനുള്ളത് നമ്മളുടെ ഇന്ത്യയുടെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് വരുന്ന ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതും അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസും അതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമുക്ക് ആ ഒരു ഇതിൽ വരുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ടാണ് ഇന്റർനാഷണൽ ബിസിനസ്സും അതുപോലെ ബിസിനസ് എൻവയോൺമെന്റ് രണ്ടായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് സെഷൻ മുതൽ ബിസിനസ് എൻവയോൺമെന്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.